കേരളത്തിലെ തിരുവനന്തപുരം ജില്ല 1999 വിധുകുമാരൻ തമ്പി ബിനിത എന്ന ദമ്പതികൾ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പ് നടത്തുകയാണ്. ഇവർക്ക് ഒരു പെൺകുട്ടിയുണ്ട്, പേര് ലക്ഷ്മി. ആ കുഞ്ഞിന്റെ പേരാണ് കടയുടെ പേരും. അവരുടെ കട സ്ഥിതി ചെയ്യുന്നത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപമാണ്. അവിടെ ദിവസവും കട നോക്കുന്നത് ബിനിതയായിരുന്നു. കാരണം ഭർത്താവ് വിധുകുമാരൻ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. പല ഫംഗ്ഷനുകളിലും ഇവന്റുകൾക്കും പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് കടയും വീട്ടുപണിയും എല്ലാം ബിനിതയായിരുന്നു നോക്കിയിരുന്നത്. അവിടെ തന്നെ ഒരു മിലിറ്ററി ക്യാമ്പിൽ രാജു എന്ന പേരുള്ള ഒരാൾ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയാണ്. അദ്ദേഹം ഈ ക്യാമ്പിനടുത്തുള്ള ഒരു ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. പ്രതിദിനം ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ കടയിൽ വന്ന് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങും. ഇതിലൂടെ രാജുവിനും ബിനിതയ്ക്കും തമ്മിൽ ചെറിയൊരു പരിചയം ഉണ്ടായി. ശേഷം ഭർത്താവായ വിധുകുമാരനും രാജുവും നല്ല സൗഹൃദം പുലർത്താൻ തുടങ്ങി. മൂവരും നല്ല സുഹൃത്തുക്കളായി മാറി. ഒരു ദിവസം രാജു വിധുകുമാരനോട് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും എന്നെ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. എവിടെ പോകണമെന്ന് എനിക്കറിയില്ല എന്ന്. ഇത് കേട്ട് വിധുകുമാരൻ പറഞ്ഞു, നീ എന്തിനാണ് വിഷമിക്കുന്നത്? എന്റെ വീട്ടിൽ ഒരു മുറി ഒഴിഞ്ഞാണ് കിടക്കുന്നത്. നിനക്ക് ആ മുറിയിൽ വന്ന് താമസിക്കാമെന്ന്. രാജു ആദ്യം അല്പം മടിച്ചു. പക്ഷേ വിധുകുമാരൻ പറഞ്ഞു, നമ്മളെല്ലാം ഒരു കുടുംബം പോലെയല്ലേ, എന്റെ ഭാര്യയ്ക്കും ഇതിൽ യാതൊരു പ്രയാസവും ഇല്ല. അങ്ങനെ രാജു അവരുടെ വീട്ടിലെ ആ മുറിയിൽ താമസിക്കാൻ തുടങ്ങി. ചില ദിവസങ്ങൾക്കുള്ളിൽ രാജുവിനും ആ വീട്ടിലെ ചെറിയ കുഞ്ഞായ ലക്ഷ്മിക്കും ഇടയിൽ നല്ലൊരു സൗഹൃദമുണ്ടായി. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം. എല്ലാവരും ഒരുമിച്ച് ഉത്സവങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി. പക്ഷേ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. ഒരു ദിവസം 1999 ഒക്ടോബർ മാസം വിധുകുമാരൻ ഫോട്ടോഷൂട്ടിനായി പുറത്തേക്ക് പോയിരുന്നു. പക്ഷെ അയാൾ പ്ലാൻ ചെയ്ത സമയത്തേക്കാൾ നേരത്തെ വീട്ടിലെത്തി. അവർക്ക് ആ വീട്ടിൽ 3 താക്കോലുണ്ട്. ഒന്ന് ബിനിതയുടെ കയ്യിൽ, മറ്റൊന്ന് വിധുകുമാരന്റെ കയ്യിൽ, അടുത്ത താക്കോൽ രാജുവിന്റെ പക്കലാണ്. വിധുകുമാരൻ വന്നപ്പോൾ ആ വീട് ശാന്തമായിരുന്നു. ബിനിത കടയിലായിരിക്കും എന്ന് വിചാരിച്ച് അയാൾ അകത്ത് കടന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. അതേസമയം ബെഡ്റൂമിന്റെ ഭാഗത്ത് നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. വളരെ ആശ്ചര്യത്തോടു കൂടി ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കാണാൻ പാടില്ലാത്ത ഒരു രീതിയിലുള്ള ദൃശ്യമായിരുന്നു കണ്ടത്. ഭാര്യയായ ബിനിതയും ആ വീട്ടിൽ താമസിക്കുന്ന രാജുവും ഒരുമിച്ച് ഒരു കിടക്കയിൽ. അവൻ പൂർണ്ണമായും ഞെട്ടിപ്പോയി. വിശ്വസിക്കാനേ സാധിച്ചില്ല. താൻ ഇഷ്ടപ്പെട്ട തന്റെ സുഹൃത്ത് തന്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചയാൾ ഇപ്പോൾ തന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലായി. ഇതേ സമയം അവരും വിധുകുമാരനെ കണ്ടിരുന്നു. ഉടൻ തന്നെ വിധുകുമാരൻ രാജുവിനെ അടിക്കാൻ തുടങ്ങി. ബിനിത അവനെ തടഞ്ഞു. രാജുവിനെ അടിക്കരുതെന്നും പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് മാറ്റാൻ തുടങ്ങി. ഒരു കള്ളക്കാമുകന് വേണ്ടി തന്റെ ഭാര്യ തന്റെ കൈ തന്നെ പിടിച്ച് ആ മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സ് തകർന്നുപോയി. പക്ഷെ അതോടുകൂടി അവസാനിച്ചില്ല. ബിനിത നേരെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഞാൻ നിങ്ങളോട് തുറന്നു തന്നെ പറയാം. എനിക്കിഷ്ടം ഇദ്ദേഹത്തോടാണ്, രാജുവിനോട്. ഇനി ഞാൻ അവനോടൊപ്പമാണ് ജീവിക്കുക. അതാണ് എന്റെ തീരുമാനം. നിങ്ങളെ വഞ്ചിച്ചതിൽ എനിക്കൊരു തുള്ളി പോലും ഖേദമില്ല എന്നും പറഞ്ഞു. അവളുടെ വാക്കുകൾ വിധുകുമാരന്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. കാരണം അവർ തമ്മിലുള്ള വിവാഹം തന്നെ വളരെ സങ്കീർണമായ ഒരു കഥയായിരുന്നു. ആ കഥ നമുക്ക് ആദ്യം അറിയാം. വിധുകുമാരന്റേത് ഇത് ആദ്യത്തെ വിവാഹമാണ്. പക്ഷെ ബിനിത അവൾക്ക് നേരത്തെ വിവാഹം കഴിഞ്ഞ് വിവാഹമോചനം നേടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിധുകുമാരന്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് എതിർത്തിരുന്നു. മുൻപ് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ നീ വിവാഹം കഴിക്കരുതെന്ന് വീട്ടുകാർ ഒരുപാട് എതിർത്തു. പക്ഷേ വീട്ടുകാരെ എല്ലാം മറികടന്ന് വളരെ സ്നേഹത്തോടുകൂടി പ്രണയത്തോടുകൂടി അവൻ ബിനിതയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ ആ പ്രിയപ്പെട്ട ഭാര്യ തന്നെ വഞ്ചിച്ചു. അതിനാൽ അവനത് വിശ്വസിക്കാനും സമ്മതിക്കാനും കഴിഞ്ഞില്ല. വീണ്ടും ബിനിത പറഞ്ഞു, ഇനിയും എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. ഞാൻ രാജുവിനൊപ്പം പോകും. ഞങ്ങളുടെ കുഞ്ഞിനെയും കൂട്ടി ഈ വീട് വിട്ടു പോകും. ഞങ്ങൾ സന്തോഷമായി ജീവിക്കും എന്ന്. അങ്ങനെ ബിനിതയും രാജുവും കുഞ്ഞും തിരുവനന്തപുരത്തെ കുമാരപുരം എന്ന പ്രദേശത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങി. ഈ സമയം വിധുകുമാരൻ ഒറ്റയ്ക്കാണ്. കടയും ജോലിയും നോക്കി ജീവിച്ചെങ്കിലും അവന്റെ മനസ്സ് തകർന്നിരിക്കുകയാണ്. തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവരണമെന്ന് കരുതി അയാൾ കുമാരപുരം വരെ പോയി. അവിടെ ഇരുവരോടും വാശി പിടിച്ച് ചോദിച്ചു, നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുവെന്ന്. പക്ഷെ അപ്പോഴും ബിനിത പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി ഞാൻ രാജുവിനൊപ്പമാണ്. എന്നെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട. ഞാൻ നിനക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കാം. ദയവ് ചെയ്ത് അതിലൊരു ഒപ്പിട്ട് നൽകണം. വിധുകുമാരൻ അത് കേട്ടിട്ടും വിശ്വസിച്ചില്ല. ഇത് വെറും ദേഷ്യം കൊണ്ട് പറയുന്നതാകുമെന്ന് അയാൾ കരുതി. പക്ഷെ 2-3 ദിവസത്തിനുള്ളിൽ ഡിവോഴ്സ് നോട്ടീസ് വന്നു. അവനത് സ്വീകരിക്കാൻ തയ്യാറായില്ല. വീണ്ടും കുമാരപുരത്തെ ആ വീട്ടിലേക്ക് പോയി ബിനിതയോട് വാദിച്ചു, രാജുവിനോട് തർക്കിച്ചു. പല തവണ ഇങ്ങനെ അവരുടെ വീട്ടിലേക്ക് വിധുകുമാരൻ വരുമ്പോൾ ബിനിതയ്ക്കും രാജുവിനും അത് ബുദ്ധിമുട്ടായി മാറി. രാജുവിനും അതൊരു ഭയമുണ്ടായി. കാരണം അവൻ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നവനാണ്.
ഇങ്ങനെ ഒരാൾ വീട്ടിൽ വന്ന് അടിപിടി നടത്തുന്നത് തന്റെ ജോലിക്ക് അപകടമാകുമെന്ന് അയാൾ ഭയപ്പെട്ടു. അതുകൊണ്ടിപ്പോ രണ്ടുപേരും തീരുമാനിച്ചു, നമുക്ക് വീട് മാറാം. അങ്ങനെ മാറിയാൽ പിന്നെ അവൻ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ തിരുവനന്തപുരത്തെ കായംകുളം എന്ന ഒരു പ്രദേശത്തേക്ക് അവർ മാറി. അടുത്ത ദിവസം വിധുകുമാരൻ ഈ കുമാരപുരം വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട് പൂട്ടിയ നിലയിലായിരുന്നു. അവിടെ ആരുമില്ല. അയൽവാസികൾ പറഞ്ഞത് അവർ വീടൊഴിഞ്ഞു പോയി എന്നാണ്. ഇത് വിധുകുമാരനെ തകർത്തു കളഞ്ഞു. തന്റെ ഭാര്യയും മകളും എവിടെയാണെന്നറിയാതെ ജീവിതം തകർന്ന അവസ്ഥ. അതേസമയം കായംകുളത്ത് ബിനിതയും കുഞ്ഞും രാജുവും സന്തോഷകരമായ ജീവിതം നയിച്ചു. പക്ഷേ ഒരു ദിവസം രാജു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മുൻപിൽ നിന്നും ഒരു മുതിർന്ന പുരുഷൻ വരുന്നത് കണ്ടു. അദ്ദേഹം രാജുവിനെ കണ്ട ഉടൻ തന്നെ ഞെട്ടിപ്പോയി. ഇവൻ എങ്ങനെയാണ് ഇവിടെ എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹം ആരാണെന്ന് അറിയണ്ടേ? രാജുവിന്റെ മുൻ ഭാര്യയുടെ അച്ഛനാണ്. അതായത് രാജുവിന് മുൻപ് തന്നെ വിവാഹം കഴിഞ്ഞിരുന്നു. ഭാര്യ മരിച്ചു. ആദ്യ വിവാഹത്തിൽ അവന് 2 മക്കൾ ഉണ്ടായിരുന്നു. 2 കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് ഇവൻ എവിടെയാണ് പോയതെന്ന് ആ കുടുംബത്തിന് ഇന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അച്ഛന് വല്ലാത്ത ഞെട്ടലായി. രാജുവിനെ അദ്ദേഹം ഫോളോ ചെയ്തു പോയി. അവൻ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ ഒരു സ്ത്രീയുണ്ട്, കുഞ്ഞുണ്ട്. മറ്റൊരു കുടുംബവുമായി അവൻ സന്തോഷകരമായി ജീവിക്കുന്നുവെന്ന് ഇദ്ദേഹം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ഞെട്ടലും ദേഷ്യവും ഉണ്ടായി. കാരണം അവരുടെ മകൾ മരിച്ചതിൽ ഇവൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോ രാജു തന്റേതായ മറ്റൊരു ജീവിതം തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു പക്ഷെ തന്റെ മകളുടെ മരണം സ്വാഭാവികമാണോ, അല്ലെങ്കിൽ ഇവൻ തന്നെ കൊലപ്പെടുത്തിയതാണോ എന്നൊരു ആശങ്ക അദ്ദേഹത്തെ മുഴുവനായും വ്യാപിച്ചു. ഉടൻ തന്നെ അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. അയൽവാസികളോടൊക്കെ ചോദിച്ചു, ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്, ആ സ്ത്രീ ആരാണ് എന്നൊക്കെ. കുറച്ച് അന്വേഷിച്ചപ്പോൾ വിവരങ്ങളെല്ലാം കിട്ടി. ആ സ്ത്രീക്ക് മുൻപ് വിവാഹം കഴിഞ്ഞതാണ്. ഭർത്താവുമായി പാങ്ങോട് പ്രദേശത്താണ് താമസിച്ചിരുന്നത്. അയാൾ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നത്. അവർക്ക് തിരുവനന്തപുരത്ത് ലക്ഷ്മി സ്റ്റോർ എന്ന ഒരു കടയുണ്ട് എന്നൊക്കെ മനസ്സിലായി. ഉടൻ തന്നെ എങ്ങനെയൊക്കെയോ ആ കടയുടെ നമ്പർ കണ്ടുപിടിച്ച് അതിലേക്ക് വിളിച്ചു. ഇപ്പൊ കടയിൽ ജോലി ചെയ്യുന്ന വിധുകുമാരൻ ഫോൺ എടുത്തു. ഈ വയസ്സാവൃദ്ധൻ ഒരേ ഒരു ചോദ്യം മാത്രം ചോദിച്ചു, നീ നിന്റെ ഭാര്യയെ തേടി കുമാരപുരം പോയിരുന്നു അല്ലേ എന്ന്. വിധുകുമാരൻ ഇത് കേട്ടപ്പോൾ അതെ, ഞാൻ അവിടെ പോയിരുന്നു എന്നും പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, എന്നാൽ അവരവിടെ ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, കായംകുളം എന്ന ഈ ഒരു ലൊക്കേഷനിൽ നീ ചെന്ന് നോക്ക്, അവിടെ അവർ കാണുമെന്നും ഇയാൾ പറഞ്ഞു. എന്നിട്ട് അയാൾ കോള് കട്ട് ചെയ്തു. ഇപ്പോൾ വിധുകുമാറിന് ഒരു കാര്യം വ്യക്തമായി, തന്റെ ഭാര്യയും രാജുവും അവിടെയാണ് താമസിക്കുന്നതെന്ന്. പക്ഷെ ഇത്തവണ നേരിട്ട് അദ്ദേഹം അവിടെ ചെന്നില്ല. പകരം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. തന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാനില്ല എന്നൊരു കംപ്ലൈന്റ് ആണ് കൊടുത്തത്. എന്നാൽ ആ കംപ്ലൈന്റിൽ ഒരു കാര്യം കൂടെ അയാൾ എഴുതി ചേർത്തിരുന്നു, ഭാര്യയും കുഞ്ഞും ഇന്ന സ്ഥലത്തുണ്ട്, ഈ കായംകുളം എന്ന ലൊക്കേഷൻ ഉണ്ട് എന്നും അയാൾ എഴുതിയിരുന്നു. ഇത് കണ്ടപ്പോൾ പോലീസ് പറഞ്ഞത്, എന്നാ പിന്നെ നിനക്ക് തന്നെ പോയി നിന്റെ ഭാര്യയും കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരാമല്ലോ, എന്തിനാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് തന്നത് എന്ന്. ഇതിന് വിധുകുമാർ പറഞ്ഞത്, ഇല്ല സാർ, ഞാൻ വിളിച്ചിട്ട് അവൾ വരുന്നില്ല, സാർ ഒന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ വിടണമെന്ന്. ഇത് കേട്ടപ്പോൾ പോലീസുകാരും എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നമായിരിക്കും, നമുക്ക് സംസാരിച്ചത് പരിഹരിക്കാമെന്ന് കരുതി വിധുകുമാരനെ ആ സ്റ്റേഷനിൽ തന്നെ ഇരുത്തിയിട്ട് ബിനിതയെ വിളിച്ചു. സ്റ്റേഷനിലേക്ക് വരാനും ആവശ്യപ്പെട്ടു. പോലീസുകാർക്ക് അപ്പോഴും അറിയില്ല ബിനിതയ്ക്ക് ഒരു കാമുകനുണ്ട്, ആ ബാക്ക്ഗ്രൗണ്ടിലെ കഥകളൊന്നും അറിയില്ല. ഭാര്യ സ്റ്റേഷനിലേക്ക് വന്നു. ഭർത്താവായ വിധുകുമാറിനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ദേഷ്യം. പോലീസ് സ്റ്റേഷൻ വരെയും കാര്യങ്ങൾ എത്തിച്ചല്ലോ എന്ന ദേഷ്യമായിരുന്നു അവൾക്ക്. പോലീസ് ചോദിച്ചു, നിനക്കും നിന്റെ ഭർത്താവിനും ഇടയിൽ എന്താണ് പ്രശ്നം? ഇപ്പൊ അവൾ പറഞ്ഞു, ഇല്ല സാർ, ചെറിയൊരു തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞപ്പോൾ, കുടുംബം അങ്ങനെയൊക്കെ തന്നെയാണ്, എന്തിനാണ് ഈ മകളെയും വെച്ച് വെറുതെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത്, ഭർത്താവിന്റെ കൂടെ പോകാനും പറഞ്ഞു. തനിക്കൊരു കാമുകനുണ്ട്, ഭർത്താവിന് ഇഷ്ടമല്ല, ഞാൻ അയാളുടെ കൂടെ പോകില്ല എന്നൊന്നും പറയാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോ ബിനിതയ്ക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. പോലീസ് നിർബന്ധിക്കാൻ തുടങ്ങി, നീ നിന്റെ ഭർത്താവിന്റെ കൂടെ തന്നെ ഇപ്പോ പോകണം, അതാണ് നിനക്ക് സേഫ്റ്റി എന്നും പറഞ്ഞു. ബിനിതയ്ക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഉടനെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ മാത്രം, ഈ തിരുവനന്തപുരത്ത് നമ്മൾ ഇനി ജീവിക്കേണ്ട ആവശ്യം ഇല്ല. അവൻ നമ്മൾ താമസിക്കുന്ന സ്ഥലം അറിഞ്ഞാൽ തീർച്ചയായും വരും. അവനെ കണ്ടാൽ എന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, തിരുവനന്തപുരം വേണ്ട, കൊല്ലത്തേക്ക് പോകാം, എല്ലാം മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാമെന്നും അവൾ പറഞ്ഞു. വിധുകുമാറിന് ഇതൊരു നല്ല പദ്ധതി പോലെ തോന്നി. എന്തായാലും പ്രശ്നമില്ല, ഭാര്യയും കുഞ്ഞും തന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ മതി എന്ന് കരുതി അവൻ സമാധാനമായി ജീവിക്കാമെന്ന ആഗ്രഹത്തോടു കൂടി തിരുവനന്തപുരം കാലിയാക്കി കൊല്ലത്തേക്ക് ഇവർ 3 പേരും പോകുന്നു. കൊല്ലത്ത് വീട് മാറിപ്പോയ വിധുകുമാരന്റെ ജീവിതത്തിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. അങ്ങനെ ഈ ദമ്പതികളുടെ ജീവിതത്തിൽ അടുത്ത് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം ഒരല്പം എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുക.
ഇപ്പോ കൊല്ലം മുണ്ടയ്ക്കൽ എന്ന സ്ഥലത്താണ് ഇവർ മാറിപ്പോകുന്നത്. അവിടെ ഒരു വാടകയ്ക്ക് വീട് നോക്കുന്നു. ആ വീടിന്റെ ഓണറും തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഓണർ നോക്കിയപ്പോൾ ഭാര്യ, ഭർത്താവ്, ഒരു കുഞ്ഞ്, ഒരു കുടുംബം. ശരി, വീട് നൽകാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇപ്പൊ വിധുകുമാറിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫി ബിസിനസ് മുഴുവനും തിരുവനന്തപുരത്താണ്. അവിടെയാണ് വലിയൊരു കസ്റ്റമർ ബേസ് ഉള്ളത്. ഇപ്പോ ഈ കൊല്ലത്ത് പുതുതായി ഇതെല്ലാം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ദിവസവും അദ്ദേഹം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയും ജോലി തീർത്ത് വളരെ വൈകി കൊല്ലത്തെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ദിവസത്തിന്റെ അവസാനം കടുത്ത ക്ഷീണത്തോടുകൂടി വീട്ടിലെത്തും. പക്ഷെ അപ്പോഴും മനസ്സിന് സന്തോഷമാണ്. വീട്ടിലെത്തുമ്പോൾ ഭാര്യയും മകളും കൂടെയുണ്ടല്ലോ, എനിക്ക് അവരെ കാണാമല്ലോ, അവരുടെ കൂടെ താമസിക്കാമല്ലോ എന്ന ഒരു ആശ്വാസം അയാൾക്കുണ്ടായിരുന്നു. എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായ ഒരു മാനസികാവസ്ഥയിലായിരുന്നു അയാൾ. ഭാര്യയും അതിനനുസരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അയാളെ ആശ്വസിപ്പിച്ച് ഭക്ഷണമെല്ലാം കൊടുക്കും. ഇപ്പോൾ വിധുകുമാരൻ ചിന്തിച്ചത് ഭാര്യ പഴയ കാര്യങ്ങളെല്ലാം മറന്നു, ഇനി നമുക്ക് സമാധാനമായി ജീവിക്കാം. പക്ഷേ അവളുടെ മനസ്സ് മാറിയില്ല. പഴയ പ്രണയം, രാജു എല്ലാം അവളുടെ ഹൃദയത്തിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ഭർത്താവ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഓരോ ദിവസവും രാജു കൊല്ലത്തേക്ക് യാത്ര പോകും. ഇരുവരും രഹസ്യമായി കണ്ടുമുട്ടും. വിധുകുമാരന് ഇതൊന്നും അറിയില്ലായിരുന്നു. അവന്റെ മനസ്സിൽ ഭാര്യ മാറി, അവളിപ്പോ നല്ലവളാണ്, ഇനി ജീവിതം നല്ലതായിരിക്കുമെന്ന്. പക്ഷെ മറുവശത്ത് ഇവർ ദിനം പ്രതി ഒരു ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നു. ഒരു ദിവസം രാജു പറഞ്ഞു, എത്ര നാളാണ് ഇങ്ങനെ ഒളിച്ചൊളിച്ച് കാണുക, നമുക്ക് വീണ്ടും ഒരുമിച്ച് ജീവിക്കാം, നീ നിന്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ എന്നും പറഞ്ഞു. പക്ഷെ വിനിത പറഞ്ഞത് അതിപ്പോ അത്ര എളുപ്പമല്ല. ഭർത്താവ് എപ്പോഴും എന്നെ പിന്തുടരും, അയാൾ കാരണം എനിക്ക് ഒരിക്കലും സന്തോഷമായി ജീവിക്കാൻ കഴിയില്ല എന്ന്. ഇത് കേട്ട് രാജു പറഞ്ഞു, അപ്പൊ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. നിന്റെ ഭർത്താവാണ് തടസ്സം, അവൻ ഇല്ലാതായാൽ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് വിനിത ഞെട്ടിപ്പോയി. ഇല്ലില്ല, അത് അപകടമാണ്, പോലീസ് നമ്മെ പിടിക്കുമെന്ന്. പക്ഷെ രാജു ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് അവൻ പറഞ്ഞു, നേരിട്ട് കൊലപാതകം ചെയ്യേണ്ടതില്ല, ഒരു സ്വാഭാവിക മരണം പോലെ ചെയ്യാമെന്ന്. എന്നിട്ട് രാജു ചോദിച്ചു, നിന്റെ ഭർത്താവ് എന്തെങ്കിലും മരുന്ന് കഴിക്കാറുണ്ടോ? ഇതിന് വിനിത പറഞ്ഞത്, അതെ, അദ്ദേഹത്തിന് ഇസ്നോഫീലിയ ഉണ്ട്, ഡസ്റ്റ് അലർജി മൂലം ദിവസവും ടാബ്ലറ്റ് കഴിക്കാറുണ്ട്. ഇപ്പോൾ രാജുവിന് സന്തോഷമായി. ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ, ശരി, അതേ മരുന്ന് തന്നെ നമുക്ക് അധിക ഡോസ് കൊടുക്കാം, അവന് ബോധം നഷ്ടമാകും. എന്തായാലും അധിക ഡോസ് വരുമ്പോൾ മരണം ഉറപ്പാണ്. പോലീസ് നോക്കുമ്പോൾ അധിക മരുന്ന് കഴിച്ച് മരിച്ചുവെന്ന് കരുതും. വിനിതയും അതിന് സമ്മതിച്ചു. അവൾ ഭർത്താവിന്റെ മരുന്ന് അവനെ കാണിച്ചു കൊടുത്തു. ഇതാണ് അവന്റെ ടാബ്ലറ്റ് എന്ന്. ഇതേ ബ്രാൻഡ് കൂടുതൽ വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടു. രാജു അത് കുറച്ചധികം തന്നെ വാങ്ങിക്കൊടുത്തു. അന്ന് ബിനിത ഈ മരുന്നെല്ലാം ഭക്ഷണത്തിൽ കലർത്തി. ഇവിടെ വിധുകുമാരൻ തിരുവനന്തപുരത്തെ ജോലി എല്ലാം കഴിഞ്ഞ് കൊല്ലത്തെ വീട്ടിലേക്ക് എത്തി. അതീവ ക്ഷീണിതനാണ്. ഇപ്പോൾ ബിനിത വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്ന്. ഇത് കേട്ട് വിധുകുമാരന് വളരെ സന്തോഷമായി. അവൻ കഴിച്ചു. അപ്പോഴും അവളുടെ കണ്ണുകൾ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത് എന്ത് സംഭവിക്കും, എപ്പോൾ പ്രതികരണം തുടങ്ങും എന്ന പോലെ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കെന്തോ തല ചുറ്റുന്നത് പോലെ തോന്നുന്നുവെന്ന്. ബിനിതയ്ക്ക് മനസ്സിൽ സന്തോഷമുണ്ട്, പക്ഷെ മുഖത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷെ വിധുകുമാരൻ അപ്പോഴും പറഞ്ഞു, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ക്ഷീണമായിരിക്കാം, ഉറങ്ങിയാൽ ശരിയാകുമെന്നും പറഞ്ഞു. ഇപ്പോ അവളും രാജുവും കാത്തിരിക്കുകയായിരുന്നു അയാൾ എപ്പോൾ മരിക്കും എന്ന്. 2 മണിക്കൂറായി, 3 മണിക്കൂറായി. അവന് ബോധം നഷ്ടമായി, പക്ഷെ മരിച്ചില്ല. ഇപ്പോ ബിനിതയ്ക്ക് ഭയം വന്നു തുടങ്ങി. അടുത്ത ദിവസം അദ്ദേഹം ഉണരുമ്പോൾ തീർച്ചയായും എല്ലാം കണ്ടുപിടിക്കും, തീർച്ചയായും നമ്മൾ ജയിലിൽ പോകും. ഇപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം. ഇപ്പോൾ ആ ഒരു സമയം, ഈ 1999, 2000 ആ സമയത്തൊക്കെ സെൽഫോൺ ഇല്ല, ലാൻഡ് ലൈൻ ആണുള്ളത്. അപ്പോൾ ബിനിത ചെയ്തത്, ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന ആ വീടിന്റെ ഓണർ, അവരുടെ വീട്ടിൽ ഒരു ടെലിഫോൺ ഉണ്ട്. അവിടെ ചെന്ന് രാജുവിന് ഫോൺ വിളിക്കാൻ നോക്കി. വീടിന്റെ ഓണറോട് പറഞ്ഞു, ഭർത്താവിന് എന്തോ സുഖമില്ല, കസിൻ ഒരാളുണ്ട്, ഞാൻ അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുപോകണം, ഞാനൊന്ന് അവനെ ഫോൺ വിളിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. അദ്ദേഹവും സമ്മതിച്ചു. അങ്ങനെ രാജുവിനെ വിളിച്ചു. പക്ഷെ തൊട്ടടുത്ത് ഈ ഹൗസ് ഓണർ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവളൊരു കോഡ് വേർഡ് യൂസ് ചെയ്ത് സംസാരിച്ചു. അതായത്, അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു, നീ ഉടനെ വരാമോ എന്നായിരുന്നു സന്ദേശം. 1/2 മണിക്കൂറിനുള്ളിൽ ഒരു കാർ അവിടെ എത്തി. കാറിൽ നിന്നും രാജു ഇറങ്ങി വന്നു. ഒരു ഡ്രൈവറും അവനൊപ്പം ഉണ്ട്. രാജു വളരെ ഉത്കണ്ഠയോടുകൂടി വീടിനുള്ളിലേക്ക് കടന്നു. ഇപ്പോൾ ഈ സൈഡ് വീട്ടുടമ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ എന്തെങ്കിലും അസുഖമായിരിക്കും എന്ന് കരുതി അദ്ദേഹം അത് കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല. രാജു അകത്ത് കയറിയപ്പോൾ വിധുകുമാരൻ ബോധരഹിതനായി കിടക്കുകയാണ്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള രാജു അവന്റെ പൾസ് പരിശോധിച്ചു. പൾസ് അപ്പോഴും ശക്തമാണ്, അതായത് അവൻ അപ്പോഴും ജീവനുണ്ട്. ഇപ്പോൾ അവർക്ക് ഭയം തോന്നി. അവൻ എഴുന്നേറ്റാൽ വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ഒരു ചിന്തയോടുകൂടി അടുത്ത് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. തുടർന്ന് സംഭവിച്ചത് ഒരിക്കലും തിരികെ പോകാനാകാത്തൊരു വഴിയായിരുന്നു. ഇപ്പോൾ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വ്യാജേന 2 പേരും വിധുകുമാരനെ കാറിലേക്ക് കയറ്റി.
ഡ്രൈവർ പോലും ഒന്നും അറിയാതെ അവരോട് സഹകരിച്ചു. അങ്ങനെ അവർ അവനെ കാറിൽ കയറ്റി. ആദ്യം കൊല്ലത്തെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. എന്നാൽ വഴി മധ്യ വെച്ച് തന്നെ ഇല്ല, തിരുവനന്തപുരത്ത് ഒരു നല്ല ആശുപത്രി ഉണ്ട്, അവിടെ പോകാമെന്നും പറഞ്ഞു. ഡ്രൈവർക്ക് അതും ശരിയാണെന്ന് തോന്നി. രാജുവിന്റെയും ബിനിതയുടെയും മനസ്സിൽ ഭയം, കുറ്റബോധം, ആശങ്ക എല്ലാം കലർന്നു നിൽക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് അവർ അവരുടെ പഴയ കുമാരപുരത്തെ വാടക വീട്ടിലായിരുന്നു എത്തിയത്. വിധുകുമാരൻ അപ്പോഴും ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. അവന് ബോധം ലഭിക്കാതിരിക്കാൻ അവർ വീണ്ടും വീണ്ടും മയക്കുമരുന്ന് നൽകിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ 2 ദിവസം കടന്നുപോയി. വിധുകുമാരന്റെ നിലയിൽ യാതൊരു മാറ്റവുമില്ല. ഇപ്പോ ഇവർ രണ്ടുപേരും ഒരു തീരുമാനമെടുത്തു. ഇതോടുകൂടി അവസാനിക്കണം, ഇനിയും കാത്തിരിക്കാൻ വയ്യ. അങ്ങനെ അവസാനം കടയിൽ ചെന്ന് വിഷം വാങ്ങിക്കൊണ്ടുവന്നു. അത് വിധുകുമാരന് കൊടുത്തു. അവസാനം അയാൾ മരിക്കുകയും ചെയ്യുന്നു. ഇപ്പോ അവർക്ക് അടുത്ത ഭയം, ഈ ഡെഡ് ബോഡി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആലോചിച്ചു. ഒറ്റപ്പെട്ട മലയിടുക്കുകളിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാം. ഊട്ടിയിലേക്ക് പോകുന്ന വഴി ഒരുപാട് ഹെയർ പിൻ സ്ലൈഡ് ഉണ്ട്, അവിടെ എവിടെയെങ്കിലും ഇട്ടാൽ തീർച്ചയായും ആരും കണ്ടുപിടിക്കില്ല എന്നും പറഞ്ഞു. അതിനായി ഇവർ ആദ്യം ചെയ്തത്, നേരത്തെ ഇവർ വിളിച്ച അതേ ഡ്രൈവറെ തന്നെ വിളിക്കുന്നു. അയാളോട് കടയിൽ ചെന്ന് എന്തോ സാധനം വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അയാളും കടയിൽ സാധനം വാങ്ങാൻ പോയി. ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തി കാർ ഡിക്കിയിൽ ഈ ഡെഡ് ബോഡി കയറ്റുന്നു. എന്നിട്ട് ഡ്രൈവർ വന്നപ്പോൾ ഇവരും വണ്ടിക്കുള്ളിലേക്ക് കയറുകയും വണ്ടി അവിടെ എടുക്കുകയും ചെയ്തു. ഊട്ടിയിലോട്ടുള്ള യാത്ര എന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. അങ്ങനെ മല ഇടുക്കുകളിലൂടെ മുന്നോട്ട് പോയി. രാജു, ബിനിത, അവരുടെ കുഞ്ഞ് മൂവരും ആ കാറിനുള്ളിൽ ഇരിക്കുകയാണ്. ഡ്രൈവർക്ക് യാതൊരു സംശയവും ഇല്ല. അവർ പോകുന്ന വഴിയിൽ നിശബ്ദത, ഭയം, അനിശ്ചിതത്വം. അവർക്കറിയില്ലായിരുന്നു ആ യാത്രയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ഒരു വഴിത്തിരിവാകുന്നത് എന്ന്. ഇപ്പൊ മലയുടെ വളവിൽ അവർ കാർ നിർത്തി. ഡ്രൈവർ അറിയാതെ പതിയെ ട്രങ്ക് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലുണ്ടായിരുന്ന ഡെഡ് ബോഡി വലിച്ചു പുറത്തേക്കിട്ടു. ഡ്രൈവർക്ക് ഇപ്പൊ ചെറിയൊരു ശബ്ദം കേട്ടു. അയാൾ പെട്ടെന്ന് തിരിഞ്ഞിട്ട്, സർ എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ, എന്താണതെന്ന് ചോദിച്ചു. ഇപ്പൊ ഇവർ പറഞ്ഞത്, അതൊന്നുമില്ല, വീട്ടിൽ നിന്ന് പഴയ വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നു, ചവറും കുറെ വേസ്റ്റ് ഒക്കെയാണ്, അത് ഞാൻ ഇവിടെ വലിച്ചെറിഞ്ഞതാണ് എന്ന്. ഡ്രൈവറും അത് വിശ്വസിച്ചു. അതിനുശേഷം അവർ നേരെ ഊട്ടിയിലേക്ക് പോയി. അവിടെ 2-3 ദിവസം വളരെ സന്തോഷത്തോടു കൂടി ചിലവഴിച്ചു. ഒരുപാട് ഫോട്ടോസ് എടുത്തു, ലോകത്തിന്റെ യാതൊരു ഭാരവും ഇല്ലാത്തതുപോലെ. പക്ഷെ അവർക്കറിയില്ലായിരുന്നു, ആ സന്തോഷ ഫോട്ടോകളാണ് പിന്നീട് അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി മാറുക എന്ന്. പിന്നീട് അവർ തിരിച്ച് തിരുവനന്തപുരം കുമാരപുരത്തെ അവരുടെ വീട്ടിലെ എല്ലാ തെളിവുകളും മായ്ക്കാനുള്ള ശ്രമം തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന വിഷമരുന്ന്, അടയാളം എല്ലാം നീക്കം ചെയ്തു. പിന്നീട് ഇനിയുണ്ട് കൊല്ലത്തെ വാടകയ്ക്കെടുത്ത വീട്, അവിടെയുള്ള തെളിവുകൾ നശിപ്പിക്കണം, ആ വീട് ഒഴിയണം. അങ്ങനെ കൊല്ലത്തേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് വീട്ടുടമ ചോദിച്ചത്, അന്ന് ഭർത്താവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ലേ, അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ബിനിത അപ്പൊ തന്നെ മറുപടി നൽകി, അദ്ദേഹത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്ന്. പക്ഷെ അപ്പോൾ വീട്ടുടമയ്ക്ക് ഒരു സംശയം തോന്നി. കാരണം അദ്ദേഹം നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക് പോയിരുന്നു. വിധുകുമാരൻ എന്ന പേരിൽ ആരും അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നും അറിഞ്ഞു. ഇപ്പൊ തന്നെ അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചു. ഇതേ സമയം വിധുകുമാരന്റെ സഹോദരൻ കഴിഞ്ഞ 2-3 ദിവസമായി വിധുകുമാരനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലും അയാളില്ല, കടയിലെ നമ്പറിലും വിളിച്ചു നോക്കി കിട്ടുന്നില്ല. അതുകൊണ്ട് അയാളും പോലീസിൽ മറ്റൊരു പരാതി നൽകിയിരുന്നു. അങ്ങനെ വീട്ടുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടനെ ഈ വീട്ടിലേക്ക് വരുന്നു. പോലീസ് വന്നപ്പോൾ അവർ ആ വീട് ഒഴിയുന്ന ആ ധൃതിയിലായിരുന്നു. പോലീസ് വന്ന് ബിനിതയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എവിടെയാണെന്ന്. ഇപ്പോൾ ബിനിത പറഞ്ഞത്, അറിയില്ല സാർ, അദ്ദേഹം എവിടെയോ പോയി, 2-3 ദിവസമായി കാണാനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവൾ പറഞ്ഞ കാര്യവും വീട്ടുടമ പറഞ്ഞ കാര്യവും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഇപ്പൊ തന്നെ പോലീസിന് മനസ്സിലായി അവൾ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ബിനിതയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇവിടെയും പോലീസിന് ഈ ബിനിതയ്ക്കും രാജുവിനും ഇടയിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊന്നും അറിയില്ല. സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞത്, എനിക്കറിയില്ല, ഭർത്താവിനെ കാണാനില്ല എന്നൊക്കെയാണ്. പോലീസിനും അവിടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. വിധുകുമാരൻ എന്ത് സംഭവിച്ചുവെന്നറിയില്ല, മാത്രമല്ല കൂടെയുള്ള ഈ രാജു, ഇയാൾ ആരാണെന്ന് അറിയില്ല. അങ്ങനെ അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് ബിനിതയുടെ വീട് പരിശോധിക്കുമ്പോൾ അവളുടെ ഹാൻഡ് ബാഗിനുള്ളിൽ പണ്ട് ഉപയോഗിക്കുന്ന ഈ കൊഡാക്കിന്റെ ചെറിയൊരു ക്യാമറ ഉണ്ടായിരുന്നു, ഫിലിം യൂസ് ചെയ്യുന്ന ക്യാമറ. അന്ന് ഇന്നത്തെ പോലത്തെ ഡിജിറ്റൽ ക്യാമറ ഒന്നും ഇല്ലല്ലോ. ആ ക്യാമറയിൽ എടുത്ത് കുറേയേറെ ഫോട്ടോസ് കണ്ടു. അതായത് ഇവർ ഊട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോസ്. അതിൽ രാജുവും ബിനിതയും കുഞ്ഞും വളരെ സന്തോഷകരമായി ചേർന്ന് നിന്നെടുക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ പോലീസിന് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, അത് ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആണെന്നും മനസ്സിലായി. ഇത് കാരണം വിധുകുമാരൻ എന്തോ സംഭവിച്ചുവെന്നും പോലീസിന് മനസ്സിലായി. ഈ ഒരു തെളിവുകളെല്ലാം നിരത്തിവെച്ച് പോലീസ് വീണ്ടും ബിനിതയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവസാനം അവൾ സമ്മതിച്ചു. കൊലയ്ക്ക് ശേഷം എടുത്ത 36 ഫോട്ടോസ് ആയിരുന്നു പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഒരു ചിത്രത്തിൽ ബിനിതയുടെ ഒരു വിരലിൽ മുറിവുണ്ടായിരുന്നു, ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിരുന്നു.
അത് തന്നെ ഈ സംഭവം കൊലപാതക സമയത്തുണ്ടായ പരിക്കാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഈ തെളിവുകളെല്ലാം പരിശോധിച്ച ശേഷം ഇവരും സത്യം പറഞ്ഞു. ഈ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. അവസാനം കോടതിയിൽ വിധി വന്നു. സെഷൻ കോടതിയിൽ ആദ്യം വധശിക്ഷയ്ക്കായിരുന്നു വിധിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് ഹൈക്കോടതി അത് ജീവപര്യന്തം തടവാക്കി കുറച്ചു. ഇരുവരും ഇപ്പോൾ ജയിലിലാണ്. പക്ഷെ ഇവരുടെ ആ കുഞ്ഞ് എവിടെയാണ്, എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ വ്യക്തമായ വിവരമൊന്നും ഇല്ല. ഒരു പക്ഷേ വിധുകുമാരന്റെ മാതാപിതാക്കളുടെ വീട്ടിൽ വളരുന്നുണ്ടാകാം. ഈ ഒരു കേസ് എന്നെ ആഴത്തിൽ ആലോചിപ്പിക്കാൻ തന്നെ ശ്രമിച്ചു. ഏതൊരു ബന്ധമെടുത്താലും, അതിപ്പോ ഭാര്യ ഭർത്തൃ ബന്ധം, സഹോദരൻ, സുഹൃത്ത്, ഒരു ബന്ധം ഉറപ്പായിരിക്കാൻ ഇരുവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കണം. ഒരു കൈ മാത്രം അടിച്ചാൽ ശബ്ദം ഉണ്ടാകില്ല. അതുപോലെ ഒരാൾ മാത്രം ശ്രമിച്ചാൽ ബന്ധം നിലനിൽക്കില്ല. ആർക്കെങ്കിലും ഒരു ബന്ധത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് തോന്നിയാൽ നിനക്ക് സന്തോഷം എവിടെയാണോ അവിടെ നീ പോവുക എന്ന് സന്തോഷത്തോടു കൂടി വിടാൻ അറിയണം. പക്ഷെ അത് വിട്ടുകൊടുക്കാതെ ഇല്ലില്ല നീ എൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എന്ന് ബലമായി പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ അതൊക്കെയാണ് അനർത്ഥത്തിന് തുടക്കമാകുന്നത്. വിധുകുമാറിന്റെ സംഭവം തന്നെ അതിനൊരു തെളിവാണ്. ഭാര്യ ഇതിനകം മറ്റൊരാളുടെ ഒപ്പം പോകാൻ തീരുമാനിച്ചു, പോയി അയാളുടെ കൂടെ ജീവിച്ചു. അവളെ വിടേണ്ട സമയത്ത് പോലും അവളെ വിടാതെ ബലമായി പിടിച്ചു കൊണ്ടുവന്നു. ഒടുവിൽ അവന്റെ തന്നെ മരണത്തിനത് കാരണമായി മാറി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ അനവധി കേസുകൾ കാണുന്നുണ്ട്. ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ ഇഷ്ടമില്ലെങ്കിൽ വേർപിരിയുക. പക്ഷെ എന്തിനാണ് അനാവശ്യമായൊരു ജീവൻ എടുക്കുന്നത്? ബന്ധം ഒരു വേദനയായി മാറുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ചു വയ്ക്കുന്നത് ആരെയും രക്ഷിക്കില്ല. ഒരു ബന്ധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഇരുവരുടെയും മനസ്സ് തയ്യാറായിരിക്കണം. ആർക്കെങ്കിലും ഒരാൾക്ക് എനിക്ക് നിന്നെ ഇഷ്ടമില്ല, ഞാൻ പോകണം എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിട്ടയക്കുക. ഒരല്പം വേദനയൊക്കെ തോന്നാം, പക്ഷേ അത് തന്നെയാണ് ശരിയായ വഴി. അല്ലെങ്കിൽ ഇന്നത്തെ സംഭവം പോലെയായി മാറും. ബലമായി പിടിച്ചു നിർത്തിയാൽ ജീവിതം തന്നെ ദുരന്തമായി മാറും. അതെല്ലാവരുടെയും ജീവിതം. ഒരു ചെറിയൊരു കഥ പറയാം. കഥ. ഒരു ഭർത്താവിന് ഭാര്യയോട് അതിയായ സ്നേഹം. എവിടെ പോയാലും, കടയിലോ യാത്രയിലോ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകും. അതായത് ഭാര്യയുടെ അരയിൽ ഒരു കയറ് കെട്ടും, മറ്റേ അറ്റം സ്വന്തം കയ്യിൽ. നമ്മൾ എന്നും ഒരുമിച്ചിരിക്കണം എന്ന ഉറപ്പിന്റെ ഒരു പ്രതീകം. അവൾക്ക് ആദ്യം അതൊരു തമാശയെ തോന്നി. പക്ഷെ ഒരു സമയത്ത് അവൾ പറഞ്ഞു, ഇനി എനിക്ക് പോകണം, ഈ ബന്ധത്തിൽ എനിക്കൊട്ടും താല്പര്യമില്ല, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന്. അവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങി. പക്ഷെ അവൻ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഇരുവരും വിപരീത ദിശയിലേക്ക് നീങ്ങുമ്പോൾ അവർക്കിടയിലുള്ള ആ കയർ വലിയാൻ തുടങ്ങി. അത് തന്നെയാണ് വിവാഹബന്ധവും. അവൾ ഒരു ദിശയിലേക്ക് പോകുന്നു, ഇവനാണെങ്കിൽ വിടാൻ തയ്യാറല്ല. രണ്ടുപേരുടെ ശരീരത്തും വേദനയും മുറിവുകളും ഉണ്ടാകും. അവസാനം ആ ഇടയിലുള്ള കയറങ്ങ് പൊട്ടും. അവളും പോയി, അവൻ ഒറ്റയ്ക്കായി തീർന്നു. വേദനകൾ മാത്രമാണ് ബാക്കി. ഈ കഥയും ഇന്നത്തെ കേസും ഒരേ പാഠം തന്നെയാണ് നൽകുന്നത്. ഒരു ബന്ധത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇരുവരും അതിൽ ഒരേ മനസ്സോടുകൂടി ഉണ്ടാകണം. ഒരാൾ പോകണമെന്ന് ചിന്തിച്ചാൽ അവരെ ബലമായി പിടിച്ചു വയ്ക്കരുത്. വിടേണ്ട സമയത്ത് വിടാൻ പഠിക്കണം. അതാണ് ജീവിതത്തിന്റെ ബുദ്ധി. അല്ലെങ്കിൽ ആ കയറുപോലെ തന്നെ ആ ബന്ധവും അങ്ങ് പൊട്ടും. മുറിവ് ഇരുവർക്കും തന്നെ ഉണ്ടാകും. ഇന്നത്തെ കഥയിലൂടെ ഇത് തന്നെയാണ് പഠിക്കാനുള്ളത്. ബന്ധം ബലമായി പിടിച്ചു നിർത്തിയാൽ വേദനയും നാശവും മാത്രമേ കിട്ടൂ. സ്നേഹമെന്നാൽ സ്വാതന്ത്ര്യവും വിടാനും അറിഞ്ഞിരിക്കണം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള കൂടുതൽ വ്യത്യസ്തമായ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.